ഡോക്ടർ പറഞ്ഞത് അച്ഛന്റെ നില ക്രിട്ടിക്കലാണെന്നാ. എന്തായാലും നാം സഹിച്ചല്ലേ പറ്റും. ഈ മരുന്നുകളൊക്കെ ഉടനെ എത്തിക്കണം. ശരി. നീ വിഷമിക്കാണ്ടിരിക്കും. ചികിത്സിച്ച ഭേദത്തിന് ഓന്നുമില്ലല്ലോ. സമാധാനപ്പെടും. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ സംസാരിക്കാനാണ് അപ്പുക്കുട്ടനെ ഞാൻ വിളിപ്പിച്ചത്. അച്ഛൻ ഓപ്പറേഷൻ മസ്റ്റാണ്. അത് കൂടാതെ കഴിയില്ല. കരളിനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. പിന്നെ പുറത്തുനിന്നൊരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരേണ്ടി വരും. ആവശ്യമായ ബ്ലഡും അറേഞ്ച് ചെയ്യേണ്ടി വരും. ഓപ്പറേഷന് മുമ്പ് 4.5 ലക്ഷം രൂപ നിർബന്ധമായും കെട്ടിവെക്കണം. വിലപിടിപ്പുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ചാർജിൽ എനിക്ക് കുറയ്ക്കാൻ പറ്റും. ഉടനെ വേണ്ടത് ചെയ്യണം. കുറച്ച് സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടനെ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അച്ഛൻ 3-4 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞത്. ഞാനിത് എവിടെ നിന്നുണ്ടാക്കാനാ? വിഷമിക്കണ്ട, നീ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്ക്. ആ ചിന്നക്കറുപ്പയുടെ കയ്യിൽ 2-3 ദിവസത്തെ കളക്ഷൻ കാണും. തൽക്കാലം ഞങ്ങളത് വാങ്ങി വരാം. എന്നാ വാ. എടാ, തൂറാൻ പോലും ഒരു ആൾ കാണാനില്ലട്ടി പറമ്പില്. അയ്യോ, നമ്മുടെ ടെന്റ് എവിടെ പോയി? ചതിച്ചടാ. ആ ചിന്നക്കറപ്പയെ ചതിയനാടാ. നമ്മുടെ 3 ദിവസത്തെ കളക്ഷൻ ആ ദുഷ്ടന്റെ കയ്യിലാടാ. എടാ, ഇനി പൂര കമ്മിറ്റിക്കാർക്ക് നമ്മൾ 25,000 രൂപ എങ്ങനെ തിരിച്ചു കൊടുക്കൂടാ? കണ്ണിച്ചോരല്ലാത്ത ചെറ്റകള്. എടാ, നമ്മുടെ മൈക്ക് സെറ്റും സ്റ്റേജും കസാരയും എല്ലാം അവൻ എടുത്തോണ്ട് പോയി. എന്തായാലും അവന്മാരെ വെറുതെ വിടാൻ പറ്റില്ല. ഇവിടുന്ന് പൊങ്ങിയാൽ എവിടെയെങ്കിലും പൊങ്ങാതിരിക്കുമല്ലോ. മായ ചതിക്കുന്നു ഞാൻ കരുതിയില്ല. അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചിന്നക്കുറുപ്പും മുനിയപ്പനും കൂടി അവളെ ബലമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കും. വാ, നമുക്ക് അപ്പൂനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വരാം. എവിടാ? ആലത്തൂരാണോ? ആ, ഒരു പാണ്ടി കൂടെ ഒരു പെണ്ണും. അപ്പൊ അത് അവര് തന്നെയാണ് സാധ്യത. എടാ, 25,000 രൂപ പാണ്ടി ഞങ്ങളെ പറ്റിച്ച് അറിയാമോ? ഞാൻ വിളിക്കാം. എടാ, ആലത്തൂർ ഒരു ടീമൊന്ന് തമ്പടിച്ചിട്ടുണ്ട്. പറഞ്ഞു കേട്ട ലക്ഷണം വെച്ചിട്ട് നമ്മുടെ ചിന്നക്കറുപ്പയും മോളോകാനാണ് സാധ്യത. നമുക്കൊന്ന് നോക്കിയാലോ? എങ്ങനെയാണെങ്കിലും ശരി, നമ്മുടെ കാശ് നമുക്ക് തിരിച്ചു വാങ്ങിക്കണം. ഹോസ്പിറ്റലിൽ ചെലവിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇവന്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ പൈസ കൊണ്ട് പോട്ടേന്ന് വെക്കായിരുന്നു. അങ്ങനെ പോട്ടേന്ന് വെച്ചാ അമ്പല കമ്പനിക്കാരോട് നമ്മൾ എന്ത് സമാധാനം പറയും? എടാ, ആദ്യം വീട്ടിൽ ചെന്നിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് അവിടെ വരെ പോവാം. എന്താ? ശരി, വാ. എത്ര ദിവസമായി അവനിങ്ങോട്ടൊന്ന് വന്നിട്ട്? ഇവിടെ നമ്മുടെ 2-3 പേര് ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള വല്ല വിചാരമുണ്ടോ? അതാ വരുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കെ. എടാ, നീ ആശുപത്രിയിലേക്ക് പോയിക്കോ. ഞാൻ അവനായിട്ട് പോയിക്കോളാന്നേ. അവൻ ജംഗ്ഷനിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പോക്ക ശിവ. നാളെ അല്ലേ പണിക്കിന് വരുന്നത്? അപ്പോ ഇരിക്കെ എനിക്ക് ഇവനോട് 2 വാക്ക് പറയാനുണ്ട്. ഇവിടെ ആണെങ്കിൽ അരിയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ കഴിയുന്നെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ശിവ, ഡാൻസും സർക്കസും കൂത്തും മാത്രം മതിയോ നിനക്ക്? അമ്മയ്ക്ക് എപ്പോഴും ശകാരം തന്നെയാ. അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്നതാ. ഇന്നലെ വീട്ടു സാധനങ്ങൾ മേടിക്കാതിരുന്നപ്പോഴാ ഇവന്റെ അച്ഛൻ ആശുപത്രിയിലായത്. പോരാത്തതിനുള്ള കാശിന്റെ സാധനങ്ങളും ആ തമിഴന്മാരും അടിച്ചിട്ട് പോയി. എന്താ അപ്പോ ഉണ്ടായത്? അച്ഛൻ എന്ത് പറ്റി? അത് കുറച്ച് സീരിയസ് ആണമ്മേ. ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ കൃഷ്ണ, ഓരോ പരീക്ഷണങ്ങള്. 3-4 ലക്ഷം രൂപ ചെലവ് വരുന്നാ പറയണത്. ഇത്രയും കാശ് പെട്ടെന്ന് എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കും എന്റെ കൃഷ്ണ? ഇവനെ പഠിപ്പിച്ചൊരു കരക്കെത്തിക്കാൻ രാവും പകലും അധ്വാനിച്ച മനുഷ്യനാ. പൈസ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. അതാ ഇങ്ങോട്ട് പോലും വരാതിരുന്നത്. സാരമില്ലടാ, അമ്മ അറിയാണ്ട് പറഞ്ഞല്ലേ. പരിശ്രമിക്കുക, ഭഗവാൻ എല്ലാം സാധിച്ചു തരും. എന്റെ കൃഷ്ണ. കാപ്പി റെഡിയായിട്ടുണ്ട്. ചെല്ലും മക്കളെ. ഇവരുണ്ടാക്കിയ ചായ എന്ന് പറഞ്ഞ ബെസ്റ്റാ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നൂല. പോ ചേട്ടാ.